ന്യൂസ് ഡീകോഡിലേക്ക് വീണ്ടും. നിൽക്കക്കള്ളിയില്ലാത്ത അസ്തിത്വ പ്രതിസന്ധിക്കൊടുക്കം JDS കേരള ഘടകം പേര് മാറ്റാൻ തീരുമാനിച്ചു. ദേശീയ ഘടകം BJPക്കൊപ്പം ചാരിയതോടെ JDSനൊപ്പം LDFും CPMും ഒക്കെ പ്രതിസന്ധിയിലായതാണ്. കഴിഞ്ഞ ദിവസം ശ്രേയാംസ് കുമാർ കൂടി എടുത്തിട്ടലക്കിയതോടെ എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം അനിവാര്യമാവുകയും ഇന്നിപ്പോൾ മാത്യു ടി തോമസ് വന്ന് സുപ്രധാനമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നമുക്ക് ആ പ്രഖ്യാപനത്തിലേക്ക് വരാം. ആദ്യം സാങ്കേതികമായി പേര് ഒരുപോലെ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളിൽ ഒരുപക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ കാണുന്നത് ഒഴിച്ചാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഘടകം കഴിഞ്ഞ കുറെ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ജനതാദൾ എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പാർട്ടിയിലേക്ക് പിന്നീട് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ആലോചന. നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. BJP വിരുദ്ധ കോൺഗ്രസ് ഇതര നിലപാട് സ്വീകരിക്കുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ ആശയം. JDS കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. സൈഫ് സൈനുലാബ്ദീൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. സൈഫ്, പേരുമാറ്റി രക്ഷപ്പെടാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒടുക്കം മാത്യു ടി തോമസും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കൂടി എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ പേര് മാറ്റിയത്, ഈ നിരവധി ചോദ്യങ്ങൾ മുന്നിലുണ്ട്. എന്ത് പേരായിരിക്കും ഇടുക? പുതിയ നയനിലപാടുകൾ എന്തായിരിക്കും? പേര് മാറ്റിയത് കൊണ്ട് മാത്രം ഈ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഇതേ വിഷയത്തിൽ അവർ വിമർശിക്കുന്നത് തടയിടാൻ കഴിയുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിന് മുമ്പ് ഇനി പുതിയ പാർട്ടിയുടെ പേരും നയനിലപാടുകളുടെ പ്രഖ്യാപനവും ഒക്കെ എത്ര വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്? ഇത് വളരെ വേഗത്തിൽ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല സൈഫുദ്ദീൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. CPM നിലപാട് ഘടിപ്പിച്ചതോടെ JDSന് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ മറ്റ് വഴികളില്ലാതായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDയുടെ ഭാഗമായി ഈ പാർട്ടിയുടെ JDSന്റെ ദേശീയ ഘടകം പോയതോടുകൂടി അപ്പോൾ മുതലാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോഴെല്ലാം CPM പറഞ്ഞിരുന്നു, നിങ്ങളൊരു നിലപാടെടുത്ത് മുന്നിട്ടിൽ നിൽക്കണം, RJDയുമായി ലയിക്കണം, അല്ലെങ്കിൽ JDS RJD ലയിക്കണം എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിനൊന്നും അവർ തയ്യാറായിരുന്നില്ല. NDA സർക്കാരിൻ്റെ ഭാഗമായിട്ട് HD കുമാരസ്വാമി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടിയാണ് ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായത്. അതോടുകൂടി CPM നിലപാട് വീണ്ടും കടുപ്പിച്ചു. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിൽ ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർന്നു വരും. അതുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം അവരുടെ മുന്നിലേക്ക് വെച്ചതോടുകൂടിയാണ് ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗം വിളിച്ചത്. ആ സംസ്ഥാന നേതൃയോഗത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. എന്തായാലും ആ പാർട്ടിയുടെ ഭാഗമായി കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം മാത്യു ടി തോമസ് നടത്തുന്നത്. പാർട്ടിയുടെ പേര് സംബന്ധിച്ച തീരുമാനമൊന്നുമായിട്ടില്ല. എന്തായാലും JDS എന്ന പേര് ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. പുതിയ പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജനപ്രതിനിധികൾക്ക്, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലായാലും MLAമാരായ K കൃഷ്ണൻകുട്ടിക്കായാലും അതുപോലെ തന്നെ മാത്യു ടി തോമസിനായാലും ആ പാർട്ടിയുടെ ഭാഗമായി മാറാൻ കഴിയില്ല. കാരണം കൂറുമാറ്റ നിരോധന നിയമം എന്ന വലിയ വാൾ അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനൊരു നിലപാടെടുത്ത് ആ പാർട്ടിയുടെ ഭാഗമാകാൻ കഴിയില്ല. ഇപ്പോൾ ജനപ്രതിനിധികളല്ലാത്ത ആൾക്കാരെല്ലാം കൂടെ ചേർന്നൊരു പാർട്ടി രൂപീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈ ജനപ്രതിനിധികൾ അവിടെ എത്തിച്ചേരും. അതിനുശേഷം ഒരു ദേശീയ പാർട്ടിയിലേക്ക്, ജനതാദൾ സ്വഭാവമുള്ള ഒരു പാർട്ടിയിലേക്ക്, സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും നടക്കുന്നത്. ആ പാർട്ടിയിൽ ലയിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ ഭാഗമായി മാറിക്കൊണ്ട് ജനതാദൾ സ്വഭാവത്തിന് സംസ്ഥാനത്ത് നിലനിൽക്കുക, LDFിൽ തുടരുക എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ CPMനെ അനുനയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ CPMന് മറ്റു പാർട്ടികൾക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടി, പ്രതിപക്ഷത്തിന് മുന്നിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് നിയമപരമായ കുറേ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക്, ഈ മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഒന്നും ആ പാർട്ടിയുടെ ഭാഗമായി നിലനിന്ന് പോകാൻ കഴിയില്ല. കൂറുമാറ്റ നിരോധന നിയമം, അവർക്ക് വിപ്പ് നൽകേണ്ടത് ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ, സാങ്കേതികമായ നിയമപരമായ കുറേ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിന്ന് പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിൽ എന്തായാലും പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം വേഗത്തിൽ നടപ്പാകും എന്ന് ചോദിച്ചാൽ അത് വേഗത്തിൽ നടപ്പാക്കാനുള്ള സാധ്യത കുറവാണ്. RJDയുമായി ലയിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് JDSന് സംസ്ഥാന നേതൃത്വം അനുകൂലിക്കുന്നില്ല. കാരണം RJDക്ക് ഇപ്പോൾ തന്നെ മന്ത്രിയില്ല, മന്ത്രി വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ലയിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വേണം, 2 വർഷത്തേക്കെങ്കിലും മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് RJDയുമായി ലയിക്കില്ല. പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഏക മാർഗം. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് വേഗത്തിൽ ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. എന്തായാലും പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ജനതാദൾ എന്നുള്ള പേരുണ്ടാകും. JDS എന്ന പേര് എന്തായാലും ഉപേക്ഷിക്കുന്നുണ്ട്. ജനതാദൾ കേരള ഘടകമെന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പേരുകൾ ഉപയോഗിക്കാം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് പ്രധാനമായും നടക്കുന്നത്. സൈഫുദ്ദീൻ.
ശരി സെയ്ഫ്, എന്തായാലും സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. കാരണം വലിയ സമ്മർദ്ദം ആ പാർട്ടിക്കും നേതൃത്വത്തിന് മുന്നിലുണ്ട്. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അത് പെട്ടെന്നുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് സെയ്ഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ടീക്കോണിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം.